السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل حياة البيوت في إيمانها وأودع قوتها في تلاحمها ووضع نماءها في كثرة نسلها وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبع هديه من بعده. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഒരു ഖുതുബയുടെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. വീട്, ഭവനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു വീട് കെട്ടാനും ഒരു പാർപ്പിട സൗകര്യം ഒരുക്കാനുമൊക്കെ എത്രത്തോളം ആളുകൾ പ്രയാസപ്പെടുന്നു, അധ്വാനിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ ഒരു പക്ഷേ കൂടുതൽ അനുഭവിച്ചറിയുന്നവരാണ് പ്രവാസികൾ. തൻ്റെ ആയുസ്സും തൻ്റെ ആരോഗ്യവുമൊക്കെ ഒരു പാർപ്പിടമാകുന്ന ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരുപാട് അധ്വാനികൾ. അള്ളാഹു അവർക്കൊക്കെ എല്ലാ നന്മകളും കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ വീടുകളെ ഒരു സകനായി, ശാന്തിയുള്ള ഒരിടമായി, സമാധാനത്തിൻ്റെ ഒരിടമായി അള്ളാഹു ആക്കിയിരിക്കുന്നുവെന്നാണ്. വീടൊരിക്കലും പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിറയുന്ന, കലുഷിത അന്തരീക്ഷങ്ങൾ നിറയുന്ന ഒരു ഇടമാവരുത്. എപ്പോഴും സമാധാനത്തിനും ശാന്തിക്കും ഒരു സ്വസ്ഥതക്കുമൊക്കെ നമുക്കൊന്ന് അല്പനേരം ഇരിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഇടമാകണം നമ്മുടെ വീടകങ്ങൾ. അത് വലിയ നിഅമത്താണ്, ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. നബിയുടെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് സുപരിചിതമാണ്. പക്ഷെ നബി പലപ്പോഴും പല രാത്രികളിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ചില ഹദീസുകളിൽ കാണാം. ആ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ചില സമയത്ത് അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ, അതിൻ്റെ ആഴം ഒന്ന് അന്വേഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആ ആവശ്യകത എത്രമാത്രം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ബോധ്യമാകും. സഹാബത്ത് പറയുന്നു, റസൂലുള്ള രാത്രി വീടാകുന്ന നിഅമത്തിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നവനായിരുന്നു. അത് വലിയ വീടാവണമെന്നില്ല, തലചായ്ക്കാൻ ഒരു ബെഡ് സ്പേസ് ആയാലും മതി. ഇല്ലേ, ഇവിടെ 300, 800, 1000 ഒക്കെ ദിർഹം ഒന്ന് തലചായ്ക്കാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ കട്ടിലിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ വലിയ നിഅമത്താണ്. നന്ദി പറയാറുണ്ടോ അള്ളാഹുവിനോട്? അൽഹംദുലില്ലാഹ്, സർവസ്തുതി അള്ളാഹുവിനാണ്. ഇങ്ങനെ ഉറങ്ങാനുള്ളൊരു സൗകര്യം നമ്മളെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹ്, അത്അമന വസഖാന, എനിക്ക് കുടിക്കാൻ തന്നു, എന്നെ കുടിപ്പിച്ചു. എനിക്ക് വിശപ്പടക്കാൻ ഭക്ഷണം തന്നു, എന്നെ ഭക്ഷിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ രാത്രിയിലെ പ്രാർത്ഥന തീർന്നില്ല. വകഫാന വആവാന, എനിക്ക് മതിയായ ഒരിടം, ഒരു സൗകര്യം ഒരുക്കി തന്നു. എനിക്കൊരു അഭയ കേന്ദ്രം തന്നു, തലചായ്ക്കാൻ ഒരു ഇടം തന്നു. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വരിയാണ് എന്നെ ഈ ഹദീസ് വായിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ ആലോചിക്കാത്തതും പലരുടെയും ജീവിതത്തിൽ ഈ കിട്ടാത്ത അനുഗ്രഹത്തിന്റെ വലിപ്പം നമുക്ക് കിട്ടിയതിൽ നമ്മൾ തിരിച്ചറിയാത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി. എത്ര ആൾക്കാരുണ്ട് ഒരു തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ. എത്ര ആൾക്കാരുണ്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ പ്രയാസപ്പെടുന്നവൻ. എത്ര ആളുകളുണ്ട് ലോകത്ത് ഒരു തെളിനീരിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ. ആ സമയത്താണ് അള്ളാഹു എനിക്ക് ഭക്ഷണം തന്നത്, അള്ളാഹു എനിക്ക് പാനീയം തന്നത്, അള്ളാഹു എനിക്ക് കിടക്കാൻ ഒരു ഇടം തന്നത് എന്ന് രാവുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹങ്ങൾ നിലനിർത്തി തരുമാറാവട്ടെ.
പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക. നമ്മുടെ വീടകങ്ങൾ നിർജീവമാവാൻ പാടില്ല. വീടിനുമുണ്ട് ജീവൻ. നമുക്ക് ജീവൻ ഉള്ളതുപോലെ, നമ്മൾ സജീവമാകുന്നത് പോലെ നമ്മുടെ വീടും ജീവനുള്ളതാവണം. മരിച്ച വീടാവാൻ പാടില്ല. നിർജീവമായ വീടകങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ ജീവനിട? വീടിന് ജീവനിടൽ എങ്ങനെ? നിർജീവമായ വസ്തുവാണ് ആ കല്ലും മണ്ണും സിമന്റും ഒക്കെ. പക്ഷേ അതിനൊരു തുടിപ്പുണ്ട്, അതിനൊരു ജീവിതമുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഇടമാണോ അത് സജീവമായ വീടാണ്. അല്ലാത്തത് ഒരു മയ്യത്തായ വീടാണ്. ഒരു മനുഷ്യനോടാണ് തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിനുപമിച്ചത്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹ ഫീ, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന വീടുണ്ടോ, ആ വീടിന്റെ ഉദാഹരണം, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ മോഡൽ, വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹ ഫീ, അള്ളാഹിനെ കുറിച്ച് ഓർക്കാത്ത വീടിന്റെയും എക്സാമ്പിൾ മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്, ജീവിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉദാഹരണമാണ്. ഒരു ഡെഡ് ബോഡിയുടെയും ഒരു ജീവൻ തുടിക്കുന്ന ഒരു മനുഷ്യന്റെയും ഉദാഹരണമാണെന്ന് പറഞ്ഞു. നമ്മളെ വീട് മരിച്ച വീടാവാൻ പാടില്ല. നമ്മുടെ വീട് സജീവമാവണം. അവിടെ ഏറ്റവും നല്ല ജീവസുറ്റമായ നന്മയുടെ വിളകൾ അവിടെ പൊട്ടിമുളക്കണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട് സജീവമാവാനുള്ള ഒരു കാര്യം പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുള്ള വീടാവണം. എപ്പോഴും അള്ളാഹിന്റെ നാമങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ മാത്രമല്ലല്ലോ, വീട്ടിക്ക് കയറുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹിന്റെ പേരും പറഞ്ഞാ കയറുന്നത്. ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ നാമവും പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. വീട്ടിക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ പേരില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വീട് ജീവനുള്ള വീടായി. ജീവനുള്ള വീട് മാത്രമല്ല, അവിടെ ഐശ്വര്യമുണ്ട്, അവിടെ ബർക്കത്തുണ്ട്, അവിടെ എല്ലാവിധ സമാധാനവും സ്വസ്ഥതയുമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത വീടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണ്, ഒന്നും ബുദ്ധിമുട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളികളിൽ നമസ്കരിക്കുക, എന്നാൽ കുറച്ച് നമസ്കാരം അത് നിങ്ങൾ വീടകങ്ങളിലാക്കുക. വീടിൻ്റെതായ നസീബിനെ കൊടുക്കുക. നസീബ് എന്ന് പറഞ്ഞാൽ ഓഹരിയാൻ. വീടിന്റെ ഓഹരി കൊടുക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖളഅ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദി, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞാൽ, പള്ളിയിലെ നമസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഫല്യജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, നമ്മളെ നിസ്കാരങ്ങളിൽ കുറച്ച് നമസ്കാരം പള്ളിയുടെ വീടിന്റെ നസീബായിട്ട്, വീടിനുള്ളതായിട്ട് മാറ്റിവെക്കുക. പ്രത്യേക നമസ്കാരം എന്നല്ല, സുന്നത്ത് നമസ്കാരങ്ങൾ, ഐച്ഛിക നമസ്കാരങ്ങൾ, അതൊക്കെ വീട്ടിൽ നിന്ന് നിർവഹിക്കാനാണ്. വീടിനെ സജീവമാക്കാൻ റസൂലുള്ളാഹി പറഞ്ഞെന്ന കാര്യമാണ്. ലൈവാക്കി നിർത്തുക. അവിടെ വേറെ കുറെ ലൈറ്റും ബൾബ് ഇട്ടഞ്ഞാൽ അത് ലൈവല്ല. ലൈവാവലപ്പെടാൻ, അള്ളാഹുവിന്റെ നാമം ഓർക്കുമ്പോഴാൻ വീട് ലൈവാവുക. വീട് ഏറ്റവും നല്ല ബർക്കത്ത് നിറയുന്ന വീടാവലപ്പെടാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ. മക്കള്, നമ്മൾ വീടിന്റെ അകത്ത് ഇങ്ങനെ നമസ്കരിച്ച് തുടങ്ങുമ്പോൾ മക്കളും ആ നമസ്കാരം കാണാൻ, അവരും നമസ്കാരത്തെ സംബന്ധിച്ച് ജാഗ്രതയും ആ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ബോധത്തിലും അവർ വളർന്നുവെന്നതെല്ലാം സുന്നത്ത് നമസ്കാരങ്ങളുടെ ഹിക്മത്തായി പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യം നമ്മൾ ചേർത്ത് വായിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീടിനെ ഏറ്റവും നല്ല സജീവതയിലേക്ക് കൊണ്ടുവരിക. ഏത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അള്ളാഹു പറഞ്ഞല്ലോ, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സലാം പറയുക. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞു നമ്മളോട്. തഹിയ്യത്തും മിൻ ഇൻദില്ലാഹ്, അള്ളാഹ് പഠിപ്പിച്ച അഭിവാദ്യമാണ്. അള്ളാഹു നമുക്ക് തന്ന ഒരു ഏറ്റവും നല്ല ഗ്രീറ്റിംഗ് ആണ് ആ ഒരു വാചകം എന്നാണ്. അതിലെന്തുണ്ട്? മുബാറകത്തൻ വതയ്യിബ. ആ സലാമിനെ അള്ളാഹു വിശദീകരിച്ചു ആ ആയത്തിൽ തന്നെ. അത് ഐശ്വര്യം നിറയ്ക്കുന്ന വാക്കാണ്. നല്ല ബർക്കത്തുണ്ടാവും വീട്ടില്. ത്വയ്യിബത്താൻ, നല്ല വീടായി, നല്ല വീട്ടിലുള്ള ആളുകളായി, ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ത്വയ്യിബത്തായി മാറാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതൊരു മുഅ്മിനിന് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ചിന്തയും നമ്മുടെ വീട്ടിലുള്ള ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സംബന്ധിച്ച് ബോധം നൽകുക, കണക്ഷൻ ഉണ്ടാക്കുക. വീടകങ്ങളിൽ താമസിക്കുമ്പോൾ വീട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും, സഹോദരന്മാരായാലും മാതാപിതാക്കളായാലും ഭാര്യയും ഭർത്താവായാലും മക്കളായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടാവുക. നമ്മൾ പ്രവാസികളാണ്, എത്രയോ വിദൂരതയിലേക്ക് നമ്മളവിടെ വന്നു. പക്ഷേ ഇടക്കിടക്കിടക്ക് നമുക്ക് മറ്റു തിരക്കുകൾ ഒരിക്കലും വീട്ടിലുള്ള ആളുകളോടുള്ള കണക്ഷന് ഒരിക്കലും എന്താവാൻ പാടില്ല, അവിടെ അതിനെ തകർക്കാൻ പാടില്ല.
വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അവരെ വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം. കാരണം സലാം, അതാണ് സലാം പറയാന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവാൻ, ബന്ധം ഉണ്ടാവാൻ. ആ ബന്ധം മുറിയരുത്. അത് വീട്ടിൽ കയറുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാലും ആ ബന്ധത്തെ നിലനിർത്താൻ ഒരു വിശ്വാസി ശ്രമിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അഹ്ലി ബൈത്തിൻ യതവാസലൂൻ ഫയഹ്താജൂൻ. കുടുംബത്തിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുവാസലത്ത് വേണം, കണക്ഷൻ വേണം, ബന്ധം വേണം. വിളിച്ചും പറഞ്ഞും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നും സംസാരിച്ചു കൊണ്ടുള്ള സുഖവിവരങ്ങളും മറ്റുള്ള ആവശ്യങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞ് അതിലൂടെയുള്ള സഹകരണത്തിലൂടെ ജീവിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര നല്ല ഉപദേശമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഒരു കണക്ഷനും ഈ ഒരു ബന്ധമില്ല, നമ്മൾ അങ്ങ് പോകുന്നു. ഇപ്പം ചില മക്കളൊക്കെ ഉണ്ട്, വിദേശത്ത് പോയി പഠിക്കും, പഠനത്തിന് വേണ്ടി പോകും. പക്ഷേ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോൾ ഉപ്പാനെ വിളിക്കും, അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കും. എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോൾ ചിലപ്പോൾ എല്ലാ തിരക്കും. അങ്ങനല്ല, ഈ പഠനത്തിലായാലും ജോലിക്കായാലും വേറെ എന്ത് കാര്യത്തിനായാലും വീട്ടിൽ നിന്ന് മാറി നിന്നാൽ മറ്റു തിരക്കുകൾ ഒരിക്കലും വീട്ടിലുള്ള ആളുകളെ വിളിച്ചന്വേഷിക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമാകരുത്. ആ ഒരു തടസ്സം ഒരു പക്ഷേ ഒരു തിന്മയാകാൻ നിമിത്തമാകുമെന്നാണ്, ഒരു വലിയ കുറ്റമാവാൻ അത് കാരണമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഫാ ബിൽ മർഇ ഇസ്മ, ഒരു മനുഷ്യന് പാപമാവാൻ കാരണമാണ് അയ്യുളയ്യ മൻ യഊൽ. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അവരോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിളിച്ചന്വേഷിക്കാതിരിക്കുന്നത് കുറ്റമാകാൻ കാരണമാകുന്ന ഒരു നിമിത്തമാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര സ്നേഹവും ഇഷ്ടവും നിലനിർത്തി തരട്ടെ. നല്ല വാക്കുകളിലൂടെ, പരസ്പര ബഹുമാനത്തിലൂടെ വീട്ടിലുള്ളവരോട് പെരുമാറുക. ഏറ്റവും നല്ല ആള് നാട്ടുകാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും നല്ല സൽസ്വഭാവി വീട്ടിലുള്ളവനോട് മാന്യമായി സംസാരിക്കുന്നവനാണ്, മാന്യമായി സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവനാണ്. മക്കളോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ടവരോട്, ഉറ്റവരോട്, ഉടയവരോട് നല്ല ഭാഷ സംസാരിക്കുക. നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ മാന്യമായ വർത്തമാനം പറയുക, അനാവശ്യം പറയരുത്, അസഭ്യം പറയരുത്, അനാവശ്യമായ ചീത്ത സംസാരങ്ങൾ കൊണ്ടുവരരുത്. പരസ്പര ബഹുമാനം കൊടുക്കുക. ബഹുമാനത്തിലൂടെ സംസാരങ്ങളും ഇടപെടലുകളുമായി ആ ഒരു വീടകങ്ങളെ നിങ്ങൾ സജീവമാക്കുക എന്നാൽ, അങ്ങനെ ഒരു നന്മയെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു ആർദ്രതയെ നമുക്ക് നൽകും. നന്മയുള്ളവൻ, ഒരാൾക്ക് നന്മയുണ്ടാവാൻ അള്ളാഹു ആഗ്രഹിച്ചാൽ അള്ളാഹു അയാൾക്ക് റിഫ്ക് നൽകും, ആർദ്രത നൽകും. ഒരു തരത്തിലുള്ള ഒരു ലാളിത്യം, ഒരു നല്ല നിർമ്മലമായ സ്വഭാവം അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ്. ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ, ഏതെങ്കിലും ഒരാൾക്ക് നല്ല കുടുംബത്തിൽ ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്താ കൊടുക്കുക? അദ്ഖല അലൈഹിമുർ റിഫ്ഖ്, അള്ളാഹു അയാൾക്ക് ആർദ്രതയാകുന്ന സ്വഭാവം അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ്. അള്ളാഹു ആ ഏറ്റവും നല്ല ആർദ്രതയിൽ നമ്മളെ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ. വീടകങ്ങളെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. പ്രത്യേകിച്ച് ഒരു വിവാഹ സദസ്സൊക്കെ വരുമ്പോൾ അത്യാഡംബരങ്ങളൊന്നുമില്ലാതെ നല്ല എളിമയിൽ ഏതൊരു ഒക്കേഷൻസ് വീട്ടിൽ നമ്മൾ സംഘടിപ്പിച്ചാലും വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട, ആളുകളോട് മത്സരിക്കണ്ട. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീട്ടിലുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാതോർക്കേണ്ടതാണ്. നമ്മുടെ ഖുതുബയുടെ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യവും സംസാരവും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് മത്സരിച്ചു കൊണ്ടുള്ള വലിയ വലിയ ആഘോഷവേളകൾ നമ്മുടെ വീടങ്ങളിൽ കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് പിന്നീട് ഒരുപാട് ബാധ്യതകൾ നിങ്ങൾ കണ്ടോ, ചില ചെറുപ്പക്കാർ വിവാഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻഗേജ്മെന്റ് മുതൽ ആ വിവാഹം കഴിയുന്നത് വരെ എത്ര പണമാണ് വെറുതെ അനാവശ്യമായി ചെലവഴിക്കുന്നത്. പിന്നീട് അതിൻ്റെ കടം വീട്ടാൻ എത്ര ബുദ്ധിമുട്ടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഇസ്ലാമികമായ ഒരു ഇബാദത്താണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ സമൃദ്ധി, ഒരു പെണ്ണിനുണ്ടാകുന്ന ബർക്കത്ത് എന്ന് പറയുന്നത് തൈസീറ ഖിത്ബതിഹ, വിവാഹം അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ അതിന് എളുപ്പാക്കി കൊടുക്കാന്നാണ്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കും എനിക്ക് അത് വേണം, എനിക്കത് വേണം, ഇന്ന പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞാനതിനെ സ്വീകരിക്കും, അല്ല, എളുപ്പമാക്കി കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വതൈശീറ സദാഖിഹ. ഇനി വിവാഹത്തിലേക്ക് അന്വേഷണം എത്തിയാൽ തന്നെ മഹറിനെ, ആ വിവാഹ മൂല്യത്തെ പോലും വളരെ ലഘുവായി വളരെ ലളിതമായി അതിന് നിർവഹിക്കലാണ് അഭിവൃദ്ധി, അതാണ് ഐശ്വര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുമ്പോൾ ഇതിനെ എല്ലാ ഭാഗവുമായി തട്ടിച്ചാലോചിച്ച് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞവരെ, വീട്ടിലുള്ള മക്കള് ആ വീടിൻ്റെ സൗഗന്ധികമാണ്, സുഗന്ധങ്ങളാണ്, പരിമളങ്ങളാണ്. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട്ടിലെ മക്കൾ കൺകുളിർമയാണ്, മാതാപിതാക്കൾക്ക് ഇസ്സത്താണ്, അഭിമാനമാണ്, മാതാപിതാക്കൾക്ക് അവരുടെ പ്രൗഢിയാണ്. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകട്ടെ. ഈ മക്കളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആധുനികമായ ഫിത്നകളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും നമ്മൾ ആ ആയത്ത് ഓതി പോകുമ്പോൾ നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. റബ്ബ് പറയുന്നു, വഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. അല്ലാഹുവേ, നിന്നിൽ നിന്ന് ത്വയ്യിബത്തായ നല്ല മക്കളെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്നാണ് വാർദ്ധക്യത്തിന്റെ ബലഹീനതയിൽ പോലും ആശയറ്റു പോകാതെ അള്ളാഹുവിനോട് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. മക്കളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. മക്കളുണ്ടാവാൻ വേണ്ടി വിവാഹം ചെയ്യണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, നന്നായി പ്രസവിക്കുന്നവളെ, നന്നായി സ്നേഹിക്കുന്നവളെ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം നാളെ പരലോകത്ത് ഞാൻ മറ്റുള്ള അമ്പിയാക്കളോട് പെരുമ നടിക്കല് എൻ്റെ ഉമ്മത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന സംഗതിയെ ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും. വിവാഹത്തിലൂടെ ഒരു വലിയ സമൃദ്ധി, ഐശ്വര്യം ആ കുടുംബത്തിനും ആ സമൂഹത്തിനും ആ രാജ്യത്തിനും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും നല്ല ഒരു വിളനിലയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിൻ്റെ പൊരുൾ. അതിനെ ഭൗതികവാദികൾ പല രൂപത്തിലും വിമർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു നല്ല പെണ്ണിൽ നിന്ന് എത്ര നല്ല വിളകളാണ് ലോകത്ത് വ്യാപിക്കുന്നത്. വിളകൾ എന്ന് പറഞ്ഞത് നമ്മുടെ ത്വയ്യിബത്തായ സന്താനങ്ങളാണ്. ആ ത്വയ്യിബത്തായ സന്താനങ്ങൾ കുടുംബത്തിന് ഐശ്വര്യമാണ്, സമൂഹത്തിന് ഐശ്വര്യമാണ്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും രാജ്യത്തിൻ്റെ അന്തസ്സിനും ആ രാജ്യത്തിൻ്റെ നന്മക്കും അതിൻ്റെ പുരോഗതിക്കും അത് വലിയ ഘടകങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിൽ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നു. ആ മക്കളിലൂടെ പേരമക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നു. ആ നിഅമത്തിനെ ഓർക്കുക. മാത്രവുമല്ല, അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റൊരു നന്മ ആ ആയത്തിന്റെ പൂർത്തീകരണമായി റബ്ബ് പറഞ്ഞു, വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. നല്ല മക്കളുണ്ടാകുമ്പോൾ നല്ല റിസ്ക് അള്ളാഹു നൽകും, നല്ല ഉപജീവനം നൽകും. ബർക്കത്തുള്ള, ഐശ്വര്യമുള്ള, സന്തോഷവും ആനന്ദവും നിറയുന്ന ഏറ്റവും നല്ല ഉപജീവനങ്ങൾ അള്ളാഹു നൽകുന്നത് നമ്മുടെ മക്കളാകുന്ന സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അതസവ്വജ് ഇല്ലാ ലി അജലിൽ വലദ്. ഒരു കുട്ടിയുണ്ടാവുക എന്ന കാര്യത്തിനല്ലാതെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല. മക്കളുണ്ടാവുന്നതിൻ്റെ അഭിവൃദ്ധിയെ അവർ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സൗകര്യവും ശേഷിയും ആരോഗ്യവും മാത്രവുമല്ല മറ്റു കുടുംബത്തെ പോറ്റാൻ തനിക്ക് സാധിക്കും, നീതി പാലിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 1 അല്ല 2 അല്ല 3 4 എന്നിങ്ങനെ വിവാഹത്തെ അല്ലാഹു പ്രോത്സാഹിപ്പിച്ചത് ഈ മക്കളുടെ സന്താന പരമ്പരയെ, ആ നന്മയെ വിശ്വാസികൾ സ്വീകരിക്കാനാണ്. പക്ഷേ ആ നിബന്ധനകളെ നമ്മൾ ഓർക്കണമെന്നുള്ളത് പ്രിയപ്പെട്ടവർ അതിനോടൊപ്പം ചേർത്ത് വായിക്കുക. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യങ്ങളിൽ നാം അധിവസിക്കുന്ന ഈ നാട്ടിലും നമ്മുടെ നാടുകളിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു പുരോഗതി, നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ലാ തദഅ ഫീനാ വലാ മഅനനാ സാഇയൻ ഫീ തലബിൻ നസ്ലി ഇല്ലാ വഫഖ്തഹു വലാ അഖീമൻ ഇല്ലാ ആഫൈതഹു
وبذرية رزقته ولا محروما من الولد إلا وهبته ولا عزبا إلا زوجته ولا مريضا إلا شفيته اللهم اجعلنا بك مؤمنين ولك عابدين ولإحياء بيوتنا موفقين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وهاديا ومسددا وبارك في عمره وعمله اللهم وفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات اللهم اجعل ما أنزلته من غيثك سقيا رحمة ونعمة تكثر بها البركات وتخرج بها الخيرات عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاة